നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മീൽ പ്ലാനിങ്ങിനെ കുറിച്ചാണ്. പലപ്പോഴും യൂട്യൂബ് വീഡിയോസിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ, വർക്കിംഗ് വുമൻസ് കൂടുതലും മീൽ പ്രിപ്പ് ചെയ്ത് വെക്കുക, മീൽ പ്ലാൻ ചെയ്ത് വെക്കുന്നതിനെ കുറിച്ച് നമ്മൾ കാണാറുണ്ട്. അതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, ചെറിയ ചില ഡ്രോബാക്സും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പ്രധാനമായിട്ടും മീൽ പ്ലാനിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാഴ്ചത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുപോലെ ഷെഡ്യൂൾ ചെയ്ത് ഇന്ന ദിവസം ഇന്നതെല്ലാം കഴിക്കാം, ഇന്നതെല്ലാം കുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തേക്ക് ഒരുമിച്ചുള്ള ഗ്രോസറീസ് നിങ്ങൾക്ക് ഒരുമിച്ച് വാങ്ങി വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ പൾസസും സെറിയൽസും പോലത്തുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ മാസത്തിലേക്ക് നിങ്ങൾക്ക് ഒരുമിച്ച് വാങ്ങാൻ പറ്റും. ഇത് ഫിനാൻഷ്യലി കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സമയ ലാഭമാണ്. പലപ്പോഴും കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ രാവിലെ എണീറ്റ് എന്ത് കുക്ക് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്ന കാര്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ മീൽ പ്രിപ്പ് ചെയ്ത് അല്ലെങ്കിൽ മീൽ പ്ലാൻ ചെയ്ത് അതിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പവുമായിരിക്കും. ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യം ഉണ്ടാവുകയുമില്ല. നേരത്തെ തന്നെ നമ്മളൊരു മീൽ പ്രിപ്പ് ചെയ്യുകയാണെങ്കിൽ, ഒരു മീൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും കവർ ആവുന്നുണ്ടോ എന്നുള്ള രീതിയിൽ മുൻകൂട്ടി നമുക്ക് ചിട്ടപ്പെടുത്തി നമുക്ക് മീൽ പ്ലാൻ ചെയ്യാൻ പറ്റും. ഒരുപാട് സമയലാഭം, അതുപോലെ തന്നെ പ്രോട്ടീനും ബാക്കി കാര്യങ്ങളും എല്ലാം അഡിക്വേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. പിന്നെ ഫിനാൻഷ്യലിയും സാധനങ്ങൾ വാങ്ങാൻ പോകാനൊക്കെ ലാഭം. പലപ്പോഴും പലരും അടുക്കളയിൽ കയറി കഴിഞ്ഞിട്ടായിരിക്കും ഇതില്ല എന്ന് പറഞ്ഞ് ഓടുന്നത്. അപ്പം നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഗ്രോസറീസ് നമുക്ക് മേടിക്കാൻ കഴിയും. മീൽ പ്ലാനിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മീൽ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ഏരിയയിൽ ലഭ്യമാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് വേണം മീൽ പ്ലാൻ ചെയ്യുക. അതായത് ആ ഒരു സീസണിൽ നമുക്ക് ലഭ്യമായ പച്ചക്കറികൾ, പഴങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് വേണം മീൽ നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ ഒരുപാട് ഫിഷ് വെച്ചിട്ടുള്ള ഐറ്റംസ് പ്ലാൻ ചെയ്തു, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഫിഷ് കിട്ടാത്ത സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മീൽ പ്ലാനിങ് മൊത്തത്തിൽ താറുമാറാവും. അപ്പം ആ സീസൺ അനുസരിച്ച് മീൽ പ്ലാൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് റിപ്പീറ്റേറ്റീവ്സ് ആയിട്ട് സെയിം ഐറ്റം വരാതെ ശ്രദ്ധിക്കുക. പലപ്പോഴും ചിലർ പ്ലാൻ ചെയ്യുമ്പം ഇന്ന് ഉണ്ടാക്കിയ അതേ ഐറ്റം തന്നെ ഇപ്പം മാവോ കാര്യങ്ങളോ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അവർ ഒരു ദിവസം സ്കിപ്പ് ചെയ്ത് പിറ്റത്തെ ദിവസം അതേ ഐറ്റം അതുപോലെ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം അത് മടുക്കാൻ തുടങ്ങും. അതുകൊണ്ട് എപ്പോഴും ഭക്ഷണം പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് വെറൈറ്റി ഐറ്റംസ്, ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് വെറൈറ്റി പ്രിപ്പറേഷനും പ്രസൻറ്റേഷനിലും ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പം പിള്ളേരുടെ കാര്യത്തിൽ കുട്ടികൾക്ക് പല ഐറ്റംസും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ അട്രാക്റ്റീവായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അവരത് കഴിച്ചു നോക്കും. ഇപ്പം ബീട്രൂട്ടും ക്യാരറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒട്ടും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക്, അല്ലെങ്കിൽ ദോശ കഴിക്കാത്ത കുട്ടികൾക്ക് പലരും ചെയ്യുന്നൊരു കാര്യമാണ് ബീട്രൂട്ട്, ക്യാരറ്റ് എന്നിവയ്ക്ക് അരച്ച ദോശമാവിൽ ചേർത്തിട്ട് കൊടുക്കുന്നത്. അത് അവർക്ക് കുറച്ചുകൂടെ ഹെൽത്തിയുമാണ്. ആ കളർ ചേഞ്ചസ് വരുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ അട്രാക്ഷൻ തോന്നി അവരത് കഴിക്കുകയും ചെയ്യും. അതുപോലെ കുട്ടികൾക്ക് കുട്ടി കുട്ടി ദോശ ചുട്ടു കൊടുക്കുന്നത്, ഡിഫറെൻറ്റ് ഷേപ്സിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം കുട്ടികൾ കുറച്ചും കൂടെ നന്നായിട്ട് കഴിക്കാനും അവരതിലോട്ട് അട്രാക്റ്റ് ചെയ്യാനും സഹായിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സെലക്ട് ചെയ്യുമ്പം ആ ഒരു സീസണിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെച്ച് സെലക്ട് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം മീൽ പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ലെവൽ കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം മീൽ പ്ലാൻ ചെയ്യാൻ. അതായത് നിങ്ങളുടെ ഇൻകത്തിനുള്ളിൽ വരുന്ന നിങ്ങൾക്ക് എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്ന രീതിയിൽ വേണം മീൽ പ്ലാൻ ചെയ്യാൻ. ഇപ്പം വളരെ ഹൈ ലെവലിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഭയങ്കര സൗണ്ടായിട്ടുള്ള ആൾക്കാർ പ്ലാൻ ചെയ്യുമ്പോൾ അവർ ചൂസ് ചെയ്യുന്ന സെറിയൽസും പൾസസും അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളതായിരിക്കാം ചിലപ്പം. പക്ഷേ അതേ ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ള സാധനങ്ങൾ അതിലും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഐറ്റംസ് വേറെയും ഉണ്ടാവും. അപ്പം നമ്മളത് നമ്മുടെ ഫിനാൻഷ്യൽ ലെവൽ വെച്ച് പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മളൊരു മീൽ പ്രിപ്പ് എടുക്കാൻ, അല്ലെങ്കിൽ ഒരു മീൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മീൽ പ്ലാനിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫാമിലിയിലെ എല്ലാവർക്കും അഡിക്വേറ്റ് ആയിട്ടുള്ള അവർക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കറക്റ്റ് അളവിൽ കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതൊന്നാണ്. പിന്നെ പല വെറൈറ്റി ഓഫ് ഫുഡ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് സമയലാഭം, മുൻകൂട്ടിയുള്ള തീരുമാനങ്ങളും കണക്കുകൂട്ടലുകളും നിങ്ങളുടെ സമയം ലാഭിക്കുക. അതുപോലെ തന്നെ വീട്ടിലെ എല്ലാവർക്കും അഡിക്വേറ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ സപ്ലൈ അവരുടെ ബോഡിക്കും ഏജിനും ഫിസിക്കലി അവർക്ക് ആവശ്യമായ അളവിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് നമ്മുടെ മീൽ പ്രിപ്പ് അല്ലെങ്കിൽ മീൽ പ്ലാനിങ് എന്ന് നമ്മൾ ഉറപ്പുവരും.
അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്. ഇപ്പം ചില ഐറ്റംസ് വീട്ടിൽ മീൽ പ്ലാൻ ചെയ്യുമ്പം ചില ഫുഡ് ഐറ്റംസ് ചിലർക്ക് അലർജി ഉണ്ടാവും. അപ്പം അത് മുൻകൂട്ടി കണക്കാക്കി അവർക്ക് കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ഒരു ഐറ്റം നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് അലർജി ഉള്ള ആൾക്ക് കഴിക്കാൻ മറ്റൊരു ഫുഡ് ഐറ്റം കൂടി നിങ്ങൾ കണക്കാക്കണം. അതുപോലെ കുട്ടികളിൽ ചിലർ ഒട്ടും കഴിക്കാത്ത ഭക്ഷണങ്ങളുണ്ടാവും. മാക്സിമം കുട്ടികൾ കഴിക്കാത്ത ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർ കഴിക്കുന്ന രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിൽ മാക്സിമം അത് പ്രസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ മാക്സിമം കുട്ടികളെ നമുക്ക് അതിലോട്ട് കഴിപ്പിക്കാം. ഒട്ടും കഴിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള സാധനങ്ങളാണെങ്കിൽ അത് മാത്രം വെച്ച് അവർക്ക് അത് പ്ലാൻ ചെയ്യുന്നത് ചിലപ്പോൾ അവർക്ക് അവിടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാവാൻ കാരണമായേക്കാം. അപ്പം അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു മീൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ മീൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന ഭക്ഷണങ്ങളെല്ലാം നിങ്ങളുടെ മീലിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. പ്രധാനമായിട്ടും ബോഡി ബിൽഡിങ്ങിന് ആവശ്യമായത്, അതായത് പ്രോട്ടീൻസ്, മീൻ, മുട്ട, പാലുൽപ്പന്നങ്ങൾ, മീറ്റ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള പ്രോട്ടീൻ കിട്ടുന്ന പൾസസും മറ്റു കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ വേറൊരു സോഴ്സാണ് എനർജി സോഴ്സസ്, അതായത് സെറൈൽസ്, മില്ലറ്റ്സ്, അതായത് ഗോതമ്പ്, അരി, റാഗി പോലുള്ള സാധനങ്ങൾ. പിന്നെ ഉള്ളതാണ് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷന് വേണ്ടിയിട്ട്, ബോഡിയിലെ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും. അപ്പം ഞാനിനി താഴെ പറയുന്ന ഐറ്റംസ് എല്ലാം നിങ്ങളുടെ മീൽ പ്രെപ്പിൽ ഉൾപ്പെടുത്തുന്നു എന്ന് ഉറപ്പ് വരുത്തണം. പ്രധാനമായും ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ മീൽ പ്ലാൻ ചെയ്യാൻ. പറഞ്ഞ പോലെ ഓരോ നേരത്തെ മീലിലും ഒരു കാർബ്, അതായത് ഒരു എനർജി ഗീവിങ് പ്രൊഡക്റ്റ് ഉണ്ടാവണം, ഒരു ബോഡി ബിൽഡിങ്, അതായത് പ്രോട്ടീൻ ഐറ്റംസ് ഉണ്ടാവണം, പിന്നെ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ചെയ്യുന്ന വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഏതെങ്കിലും ഉണ്ടാവും. ഈ 3 കാറ്റഗറിയും കവർ ചെയ്തിട്ട് വേണം നിങ്ങളൊരു മീൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മീൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ മീൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറൈൽസ്, പൾസസ്, അതായത് ഗോതമ്പ്, അരി പോലുള്ള സാധനങ്ങൾ, റാഗി അതുപോലുള്ള സാധനങ്ങൾ, പിന്നെ പൾസസ്, പരിപ്പ്, പയർവർഗ്ഗങ്ങൾ, പിന്നെ നട്ട്സും ഓയിൽ സീഡ്സ്, അതായത് കടുക്, ഉലുവ അങ്ങനത്തെ സാധനങ്ങളും നട്ട്സും ഉൾപ്പെടുത്തുക. പിന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് ഇലകൾ നന്നായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. സീസണായിട്ട് അവൈലബിൾ ആവുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പാലുൽപ്പന്നങ്ങൾ, മീറ്റ്, ഫിഷ് എന്നിവ ഉൾപ്പെടുത്തുക. മുട്ട ഉൾപ്പെടുത്തുക. പിന്നെ ഫാറ്റും ഓയിലും കവർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ആവശ്യത്തിനുള്ള സ്പൈസസും കൂടെ, ഇതെല്ലാം കൂടെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ മീൽ പ്ലാനിലൂടെ, നമ്മുടെ മീൽസിൽ ഇതൊക്കെ കൂടെ കവർ ചെയ്യണം. ഈ ഐറ്റംസ് എല്ലാം കവർ ചെയ്ത് വരണം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്, ഒരു ടൈമിലെ മീല് നമ്മൾ എടുക്കും, അതിൽ കാർബ്, പ്രോട്ടീൻ, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം.